ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ സങ്കീർത്തനം 97:9. യഹോവേ, നീ സർവഭൂമിക്കു മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കു മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു. ഹല്ലേലൂയ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ദോഷത്തെ വെറുക്കണം. ഹല്ലേലൂയ. ഹൃദയത്തെ ശുദ്ധീകരിക്കണം. 2026 നമ്മുടെ ഹൃദയത്തെ നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കണം. കർത്താവിൻ്റെ അടുത്ത് പറയുക, കർത്താവേ എന്നെ ശുദ്ധീകരിക്കേ, എന്നെ ശുദ്ധീകരിക്കേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. നമ്മൾ പുതുതായി ജീവിക്കുക, സന്തോഷമായി ജീവിക്കുക, ധൈര്യത്തോട് ജീവിക്കുക. ദൈവമക്കളെ, വേദനിക്കേണ്ട, നമ്മുടെ കർത്താവുണ്ട് നമ്മളെ രക്ഷിക്കാൻ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം കടന്നു വന്നു. ഞാൻ അതൊക്കെയും ചവിട്ടുപടിയിലാക്കി. എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം സർവായുധമായി ധരിച്ച് നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതനുസരിച്ചു കർത്താവിൻ്റെ വചനം വായിച്ചു. ദൈവമക്കളെ, സർവായുധമായി ധരിച്ച് പിശാചിനോട് ഞാൻ എതിർത്ത് നിന്നു. മന്ദസ്വരങ്ങൾ എൻ്റെ അടുത്ത് വന്നു. നീ എന്തിന് ജീവിക്കിന്, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് മന്ദസ്വരങ്ങൾ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകും സ്വർഗത്തിലേക്ക്. നീ സാത്താനെ, നീ ആരെ കാത്തിരിക്കുകയാണ്? എന്നേക്കുമായി ദൈവം നിന്നെ നിത്യ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. ഞാൻ കാത്തിരിക്കുന്നത് യേശു കർത്താവിന് വേണ്ടിയിട്ടാണ്. ആ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഭൂമിയിൽ ആ ദൈവം വന്ന് എന്നെ കൊണ്ടുപോകും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് ധൈര്യത്തോട് കർത്താവിൻ്റെ വേദം വായിച്ചു പോയി. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും വേദം വായിച്ച് കർത്താവിൻ്റെ വേദം പുസ്തകം പഠിക്കണം. ഈ വേദപുസ്തകം പഠിക്കാണ്ടും മക്കളെ രക്ഷപ്പെടില്ല. ഈ വേദപുസ്തകത്തെ പഠിക്കാണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെടില്ല ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അനുഭവമുണ്ട് ദൈവമക്കളെ. എത്രയോ ജനങ്ങൾ ഈ വേദ ബുക്ക് പഠിക്കാണ്ട് വന്ന് ഇരുന്ന് പാസ്റ്റർമാരുടെ കീഴിലിരുന്ന് എണിച്ചു പോണു. രക്ഷപ്പെടില്ല എൻ്റെ ദൈവമക്കളെ. ദൈവം പറഞ്ഞിരിക്കുന്നത്, ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതിൽ കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഫുൾ ബൈബിൾ പഠിച്ചിരിക്കണം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിച്ചിരിക്കുന്ന ദൈവമക്കളെ. അപ്പം തന്നെ നമ്മൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വേദം പഠിക്കീൻ, പ്രാർത്ഥിപ്പീൻ, കർത്താവിൻ്റെ വേദത്തിൽ രാപ്പകൽ ധ്യാനമായി ഇരിപ്പീൻ. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വേദം ധ്യാനിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ച കവികായ സ്തോത്രം. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.